ഫെബിലാണ്. ഒരുപാട് ദിവസത്തെ ഒരു ലാഗിന് ശേഷം അല്ലെങ്കിൽ ഗ്യാപ്പിന് ശേഷം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് നാട്ടിലായ സമയത്ത് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ വെറുതെ ഷൂട്ട് ചെയ്താണെങ്കിലും ജസ്റ്റ് കണ്ടന്റുകൾ ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വ്ലോഗ് അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു. നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ വരുന്നതിന്റെ ഞാൻ ഇവിടെ വന്നിട്ട് ഏതാണ്ട് 9 മാസമായി. ദുബായിൽ വന്നിട്ട് ഏതാണ്ട് 9 മാസം കഴിഞ്ഞു. നമ്മൾ വീഡിയോ ഇട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 10-11 മാസം അറൗണ്ട് ഒരു 1 ഇയറിലേക്ക് അടുക്കാണ് നമ്മള് വീഡിയോ ഇട്ടിട്ട്. അത് വേറെ ഒന്നുകൊണ്ടല്ല, ഒന്നാമത് ഞാൻ ഇവിടെ എത്തിയിട്ട് 9 മാസമായി. ഇവിടെ നമുക്ക് ടൈം അതാണ് മെയിനായിട്ട്. ടൈം 12 hour ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും കൂടിയിട്ട് ഒരു 12 hour അവിടെ ഡ്യൂട്ടി ആകുമ്പോൾ നമുക്ക് ഡ്യൂട്ടിയിൽ അങ്ങനെ 12 മണിക്കൂർ അങ്ങനെ ഹോം ട്രാവലിങ്, പിന്നെ ഫുഡ് കുക്കിങ്, പിന്നെ അല്ലാത്ത കുറച്ച് കാര്യം, പിന്നെ അവർക്ക് എല്ലാം കൂടെ ആയിട്ട് നമുക്ക് ഈ ഒരു വ്ലോഗ് എടുക്കാനുള്ള ആ ഒരു ടൈം നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരു പ്രശ്നം കൊണ്ടാണ് ഇവിടെ എത്തിയതിനു ശേഷം വ്ലോഗ് ഇടാത്തത്. പിന്നെ നാട്ടിലാകുന്ന സമയത്താണെങ്കിലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെ കൊണ്ടൊക്കെ ഒരു വ്ലോഗ് എന്താ പറയാ ഏകാണ്. എനിവേ നമ്മൾ ഇന്നോട്ട് വ്ലോഗുകൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങാന്ന് വിചാരിക്കുന്നു, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പൊ നിലവിൽ നമുക്ക് 154 സബ്സ്ക്രൈബേഴ്സ് ആണ് നിലവിലുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി ഞാൻ പറയണ്ടല്ലോ, ബെല്ലൈക്കണും കാര്യങ്ങളൊക്കെ ചെയ്യാ. വീഡിയോ ഇഷ്ടപ്പെട്ട് മുമ്പ് കണ്ട വീഡിയോസും മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് അതുപോലെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമന്റ് ഒക്കെ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ, ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ, പിന്നെ കണ്ടന്റുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തില്ല. ഓക്കെ, എനിവേ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വ്ലോഗ് ജസ്റ്റ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഓഫാണ്. അപ്പം ജസ്റ്റ് ഒരു എ ഡേ ഇൻ മൈ ലൈഫ് ആ രീതിയിൽ. അതുപോലെ ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ട് ഒരു സാധനം കുക്ക് ചെയ്യാൻ വേണ്ടി വിചാരിച്ചു. ഒരു ട്രൈ ആണ്, വലിയ പ്രൊഫഷണൽ കുക്കോ അതൊന്നുമല്ല, ഇതൊക്കെ ട്രൈ ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാനൊരു മിക്സഡ് റൈസ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇതെന്ത് റൈസ് ആവും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. എനിവേ അതിനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഓക്കെ സാധനങ്ങളൊക്കെ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഓക്കെ, ഇനി അരി എടുക്കണം, അരി കഴിക്കണം, അങ്ങനെ കുറച്ച് പരിപാടിയും കൂടെ ഉണ്ട്. എന്തായാലും നമുക്ക് ആ പരിപാടികളിലേക്ക് കിടക്കാം. അരി നമ്മളിവിടെ ലോക്കറിലാണ് വെക്കല്. ഓക്കെ, ഓരോരുത്തർക്ക് പേഴ്സണലി ലോക്കേഴ്സ് ഉണ്ട്. അപ്പം ചെറിയ ലോക്കറാണ്. കാണിച്ചതാ. ഓക്കെ, ഇതാണ് നമ്മളെ ലോക്കർ. ഒരുപാട് വലുപ്പമൊന്നുമില്ല, അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളും. ഓക്കെ, അരി എടുക്കണം. അരി സോനാമസൂരി കേട്ടോ, സോനാമസൂരി. ഓക്കെ, കാണുന്നില്ലല്ലോ. അപ്പം സോനാമസൂരി റൈസ്. അപ്പം ഇത് അളന്നെടുത്തിട്ട് ബാക്കി നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാക്സിമം കുറഞ്ഞ എൻ്റെ വീഡിയോ പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നീണ്ട് ഒരുപാട് സംസാരിക്കുന്നതിനെ കൊണ്ട് നീണ്ടു പോകും. മാക്സിമം ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തത്, ഫസ്റ്റ് പ്രീ പരിപാടികളൊക്കെ ചെയ്ത് വെച്ച്, ഏതാണ്ട് ഉള്ളിൻ്റെ തോലൊക്കെ പൊളിച്ച്, ക്യാരറ്റ് ഒന്ന് ചേർത്തി, അതുപോലെ കുറച്ച് ബീൻസ് ഉണ്ട്, അതൊക്കെ ഒന്ന് സെറ്റാക്കി, തക്കാളി, പിന്നെന്താ മുളക്, അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഒരു ഉള്ളിന്റെ തോല് പൊളിച്ചപ്പോഴേക്കാണ് കണ്ണാകെ നിറഞ്ഞു പോയി. അതിന് ഉള്ളി തോല് ഒഴിക്കല്ല, ഉള്ളി അരിയ. ഓക്കെ, നമ്മൾ മെയിനായിട്ട് ചോപ്പർ യൂസ് ചെയ്യുക. ചോപ്പർ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് പരിപാടി എടുക്കും. അല്ലാണ്ട് എനിക്ക് മറ്റേ സാധനം അറിയില്ല, കിട അറിയില്ല. നമ്മൾ ഉണ്ടാക്കും, ആകെ ഇതാക്കിയിട്ട് കുറച്ച് ഇതുപോലെ കുറച്ച് കഷ്ണങ്ങളാക്കി വെക്കും. അല്ലാണ്ട് ഒറ്റയടിക്ക് ഈ ചോപ്പറിൽ, വലിയ ചോപ്പർ അല്ല, അങ്ങനെ അങ്ങോട്ട് പോയി കിട്ടൂല. അപ്പൊ നമ്മളെന്താക്കും, അങ്ങനെ ചെറിയ കഷ്ണാക്കിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കും. നമുക്ക് എന്താക്കാം, ആ പോട്ടെ.
അപ്പം നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ഇതിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ പ്ലാൻ എന്താ വെച്ചാൽ ഉള്ളി, തക്കാളി, ക്യാരറ്റ്, കുറച്ച് ബീൻസ്, ഒരുപാടൊന്നുമില്ല, കുറച്ച് ബീൻസ്, കറിവേപ്പിൻ്റെ ഇല, പിന്നെ മുളക്, ഇത്രയും സാധനങ്ങൾ ഇടുക. അതിട്ടെങ്ങാനും ചെറിയൊരു മസാല രൂപത്തിൽ ചെറിയ രീതിയിൽ സെറ്റാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിക്കുക, അതിലേക്ക് അരി ഇടുക, അരി ആ വെള്ളത്തിൽ തന്നാണ്ട് ചോറാക്കുക, എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യുക. എന്നിട്ട് ഏതാണ്ട് ഒരു 95% കഴിയുമ്പോൾ ഒരു 3 കോഴിമുട്ടയും കൂടെ ഉണ്ട്, അതിലും കൊട്ടിപ്പാറുന്ന പരിപാടിയായി. അങ്ങനെയാണ് എൻ്റെ പ്ലാന്. എൻ്റെ എന്താ പറയുക, മിക്സഡ് റൈസ് ഉണ്ടാക്കാനുള്ള എൻ്റെ പ്ലാൻ അങ്ങനെയാണ്. അതിൻ്റെ പ്ലാന് പോലെ ആയി കഴിഞ്ഞാൽ നമുക്ക് കാണാം എന്താവും എന്നുള്ളത്. ഇനി ഉള്ളിപ്പരിപാടി കഴിഞ്ഞു. ഇനി മെയിനായിട്ടുള്ള ചോപ്പർ എടുക്കുക. ചോപ്പറൊക്കെ ഓൾറെഡി ക്ലീൻഡ് ആട്ടോ, സെറ്റാ, ചെറിയ ചോപ്പറാണ്. ഓക്കെ, പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഇത്രയൊക്കെ തന്നെ പോകും, ഒരു സെറ്റിൽ ഇതേ പോവുള്ളൂ, ഒരുപാടൊന്നും പോകില്ല. ഇതോടും പോകും, ചെറിയ ഉള്ളി ആയതുകൊണ്ട് ഇതൂടെ പോകും. മാക്സിമം ഇങ്ങനെ ആക്കിയിടണം. കാരണം നമ്മൾ ചെറുതാക്കി അരിയാനുള്ള ഒന്നാമത് ടൈം ഒരുപാട് എടുക്കും, രണ്ടാമത് ആ സൈസ് ഇങ്ങനെ കിടക്കിടക്കിടക്കിടന്ന് അരിയുന്ന പരിപാടിയില്ലേ, അതിക്ക് അറിയില്ല. അതുകൊണ്ട് ഇതാണ് നല്ല പരിപാടി, അത്രയും പരിപാടി എടുക്കും. ഓക്കെ, അത് കഴിഞ്ഞു. പരിപാടി ഇതുപോലെ ആയിക്കോട്ടെ. ഇതിലേക്ക് നല്ലോണം ആവട്ടോ, നമുക്ക് പിന്നെ അത്ര ഈ ഒരു ലെവല് മതി, ഓവറൊന്നും വേണ്ട. ഓക്കെ, അടുത്തുള്ള ഇടുക. പരിപാടി എടുക്കാം. വീഡിയോ ഒരുപാട് ചിലപ്പം കുറച്ച് ലെങ്ത് ആവും, ഒക്കെ നമ്മൾ ശരിയാക്കും. ഓക്കെ, ഒക്കെ നമ്മൾ റെഡിയാക്കി എടുക്കും. അടുത്തടുത്ത വ്ളോഗിലേക്ക് വീഡിയോ നമ്മളൊക്കെ ലെങ്ത് കുറച്ച് പ്ലാൻ ചെയ്തൊക്കെ ചെയ്യും. അങ്ങനല്ലേ ഒക്കെ സെറ്റാവല്. മാത്രല്ല നമുക്ക് നമ്മൾ ആ ടച്ച് വിട്ടുണ്ട്. ഓക്കെ, ടച്ച് വിട്ടേം കൊണ്ട് ചെറിയൊരു നാണം കെടുത്തു. ഈ ലെവലിൽ ഇങ്ങനെ കിട്ടിയ പരിപാടി സുഖമായിട്ട് പരിപാടി എടുക്കും. കുറച്ച് അധികം ഉള്ളി എടുത്തെന്ന് വെച്ചാൽ ചോറിനൊപ്പം നല്ല സുഖത്ത് കടിക്കാൻ എന്തെങ്കിലും വേണം. അപ്പം അതിനനുസരിച്ച് സെറ്റായി കിട്ടും. ഇതൊക്കെയാണ് എൻ്റെ പ്ലാൻ പോലെ ആയാൽ മതി. നമുക്ക് പറയാനുള്ള എന്താ വെച്ചാൽ, ഇത് കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പോവാ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലൈക്ക് ചെയ്യുക. നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ മുമ്പത്തെ വീഡിയോസ് ഒക്കെ എടുത്ത് കാണാൻ നേരെ കിട്ടുമ്പോൾ ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. നമ്മൾ വലിയ യൂട്യൂബർ ആകുമ്പോൾ നിങ്ങൾക്ക് പറയാലോ, ഞാൻ അവന്റെ പഴയ കാലം തൊട്ടേ ഉള്ള സബ്സ്ക്രൈബർ ആണ്. ഇങ്ങനത്തെ ഐഡിയ ഒക്കെ ചെയ്യലേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ വലിയൊരാളായി കഴിഞ്ഞാൽ, ഐ മീൻ 1 million 2 million ഒക്കെ ആയി, വലിയ സെലിബ്രിറ്റി ആയി, വലിയ മെയിൻ ആളായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയാലോ, ഞാൻ അവൻ്റെ 100-150 സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോഴേ അവൻ്റെ വീഡിയോ കണ്ടു തുടങ്ങുന്നവനാണെന്ന് നമ്മളൊക്കെ പറയാലോ. നമ്മൾ ആലോചിക്കുക, അത് അത്ര അഭിമാനം പറയുന്നുണ്ടോ? ഓക്കെ, നമുക്ക് ഒരു ഉള്ളിയും കൂടി ഉണ്ടായിരുന്നു. ഇത് എടായിരുന്നു, പക്ഷെ എന്തായാലും ഉള്ളിയോട് കളിയാണ്. ഇതിപ്പോ ഉള്ളി കട്ട് ചെയ്ത ലോകമായി മാറല്ലോ, കണ്ടവാൻ ഉള്ളിയുള്ള കൊണ്ട്. മാത്രല്ല നമ്മൾ പുതിയ ഫോൺ എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ വ്ളോഗും കൂടി ഇട്ടത്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ഈ വ്ളോഗിനുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന വീഡിയോ 16 Proയിലാണ്. അപ്പോൾ അതിൽ എന്തെങ്കിലും പഴയത് ഇതുവരെ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, ക്വാളിറ്റിയിൽ ഡിഫറൻസ് ഉണ്ടോ, അതുപോലെ ഫോൺ ഉണ്ടായിട്ട് മാത്രം കാര്യമല്ല, അത് എങ്ങനെ എടുക്കേണ്ടതെന്നും കൂടി പഠിക്കാൻ നമ്മൾ അങ്ങനെ എടുത്തെടുത്തല്ലേ പഠിക്കുള്ളൂ. ഓൾറെഡി നമുക്ക് ചെറിയ രീതിയിൽ ചെറിയൊരു ജലദോഷം ഉണ്ട്. അതിന്റെ മുകളിലേക്ക് ഈ ഉള്ളിയും കൂടെ വെറുതെ സെഡാക്കി ഉള്ളി, അതൊക്കെ
ഉള്ളിപ്പരിപാടി ഏതാണ്ട് കഴിഞ്ഞു. ഈ ചെറുത് ഇങ്ങനെ മുറിച്ചിട്ടുള്ള വേറൊരു പ്രശ്നമുണ്ട്. ഇത് വേണമെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. ഓക്കെ, ഇനി നമുക്ക് എന്താ വെച്ചാല് തക്കാളി നമുക്ക് ചെറുതായി കട്ട് ചെയ്യണം. തക്കാളി പെട്ടെന്ന് പരിപാടി എടുക്കാം. തക്കാളി വേഗം പരിപാടി ചെയ്യും. അതുകൊണ്ട് എനിക്ക് തക്കാളിനോട് ഒരു പ്രത്യേക ഇഷ്ടമാണ്. പെട്ടെന്ന് പരിപാടി എടുക്കും. ഈ ഉള്ളി എന്ന് പറഞ്ഞാല് ഉള്ളിയാണ് എനിക്ക് തോന്നുന്ന ഒരു വില്ലൻ. ടൈം ഏറ്റവും കൂടുതൽ എടുക്കുന്ന സാധനം ഇല്ല. ഓക്കേ ഓക്കേ ഓക്കേ. തക്കാളി പരിപാടിയായിട്ട് കഴിഞ്ഞു. തക്കാളിയും കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ക്യാരറ്റ് നമുക്കൊരു പരിപാടി ചെയ്യാം. ഇതുപോലെ അങ്ങനെ ചെറുതാക്കി അരിഞ്ഞിട്ട് ചോപ്പറിട്ട് ഇങ്ങനെ 4 വലി വലിച്ച ക്യാരറ്റ് പരിപാടി വരും കേട്ടോ. എങ്ങനെ ആയിക്കോട്ടെ, ഏതെങ്കിലും രീതിയിലായിക്കോട്ടെ. മാക്സിമം ചെറുതാക്കി കൊടുക്കാൻ പറ്റിയ അത്രയും ചോപ്പറിന്റെ പണി കുറഞ്ഞിട്ടു. അപ്പൊ ചോപ്പറും മാക്സിമം റിസൾട്ട് തരും. കാരണം ഇതും ഒരു ഹാൻഡ് മെഷീൻ അല്ലേ, അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു പരിഗണന നമ്മൾ ഇതിന് കൊടുക്കണല്ലോ. മിക്കവാറും ഞാൻ ഇതിന് കുറച്ച് സാധനം എടുത്ത് ഒഴിവാക്കേണ്ടി വരും. നല്ല ലോഡുള്ള പോലെ തോന്നുന്നു. കണ്ടോ അത് കണ്ടറിയാം. എന്തായാലും ഈ പരിപാടികൾ കഴിഞ്ഞിട്ടാണ്. അതാണ് അങ്ങനെ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വെജിറ്റബിൾസ് എന്തൊക്കെയാ വെച്ചാല് ക്യാരറ്റ്, ബീൻസ്, ഒനിയന്, അതുപോലെ ടൊമാറ്റോ, ഉള്ളി, തക്കാളി, മുളക്, ഓക്കെ, പിന്നെ കറിവേപ്പിൻ്റെ ഇല. ഇതെല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് ഉദ്ദേശിക്കുന്ന വെജിറ്റബിൾസ്. ഓക്കെ, അപ്പം ഇനി കിച്ചണിൽ കുറച്ച് സെറ്റപ്പ് ചെയ്യാനുണ്ട്. അപ്പം അതെല്ലാം കൂടി ആയിട്ട് നോക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ ക്ലോസ് ലുക്ക്. പച്ചക്കറി ഫുൾ അറേഞ്ച് ചെയ്തതിന്റെ ക്ലോസ് ലുക്ക്. ഓക്കെ, പിന്നെ പാത്രം വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചില്ല, മക സെറ്റപ്പ് ആക്കണം. ഓക്കെ, ഇതാണ് നമ്മുടെ കിച്ചൺ. ഐ മീൻ ഇതൊരു കോമൺ കിച്ചൺ ആട്ടോ. ഓക്കെ, ഇത് പ്രൈവറ്റ് ആയിട്ട് ഓരോ റൂമുകൾക്ക് ഓരോ കിച്ചൺ ഒന്നുമില്ല, ഒരു കോമൺ ആയിട്ടുള്ള കിച്ചണാണ്. അപ്പൊ അത്രക്കുള്ള ഇത് മാത്രം നിങ്ങൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. കണ്ടില്ലേ, അതൊക്കെ നമ്മളെ ഹൈജീൻ നോക്കുക, അത്ര മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, എനിവേ ഞാൻ നല്ലൊരു ആംഗിൾ സെറ്റ് ചെയ്തിട്ട് ബാക്കി കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. വിചാരിക്കുന്ന അത്ര സുഖമല്ല കേട്ടോ ഈ ഒരു ഇത്ര ആൾക്കാരുടെ ഇതുപോലെ മറ്റേ കോമാളിക്കളി കളിക്കേ. ട്രൈപോഡും മൈക്കും പിന്നെ മിക്സ്ഡ് ലാംഗ്വേജ് ഉള്ള ആൾക്കാരായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമ്മളെ ലാംഗ്വേജ് വലിയ രീതിയിൽ ആൾക്കാർക്കും തിരിവില്ല വിചാരിക്കാം. പക്ഷേ നമ്മളെ കളി ഓല് കണ്ട് ഞാൻ ഓല് വിചാരിക്കും ഏതത് ഏതെങ്ങനെ എന്നൊന്ന് ചിന്തിക്കുന്നുണ്ടാവും. മാത്രല്ല ഒറ്റക്ക് വീഡിയോ എടുക്കുക, ഒറ്റക്ക് കാര്യങ്ങൾ ചെയ്യാന്നൊക്കെ പറഞ്ഞാല് കുറച്ചധികം റിസ്ക് ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന അത്ര സുഖമല്ല ഇത് എടുത്തുണ്ടാക്കാൻ. പക്ഷെ നമുക്ക് ഇതിനോട് താല്പര്യമുള്ളതുകൊണ്ട് ഇങ്ങനെ എടുത്തുണ്ടാക്കി പോകണം, അത്ര തന്നെ. ഓക്കെ, ഇങ്ങനെ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടാവുക, വെള്ളമുണ്ട്, വെള്ളം പൊട്ടിക്കൊണ്ടിരിക്കുക. വെള്ളം പൊട്ടട്ടെ. കരുവേപ്പിഞ്ചൽ ഇട്ടാൽ ഒരു സ്ഫോടനം നടക്കും, നമുക്ക് അറിയാവുന്ന കേസാണ്. പണ്ട് കാര്യമില്ല, കരുവേപ്പിഞ്ചൽ ഇടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ,
വിചാരിച്ച എത്ര പോടണം നടന്നിട്ടില്ല. കാരണം കരുവത്തിന്റെ നമ്മൾ വലിയ വെള്ളമില്ല, അതുകൊണ്ട് തന്നെ വലിയ സീനില്ല. ഓക്കെ, ഇതൊന്ന് വാടി തുടങ്ങി നമ്മൾ ഉള്ളിടാം. ഇതൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് ആരും കാണരുത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഇടുന്നും ഇതാക്കുന്നൊന്നും കാണിക്കില്ല. ഒന്ന് രണ്ട് സാധനങ്ങളിട്ട് ബാക്കി കാര്യങ്ങള്. നല്ല ചൂടാണ് ഇതിന്റെ അകത്ത്. ഇത്രയും ഒന്നാമതേ നമ്മളവിടെ ചൂടാണ് ദുബായിൽ. രണ്ടാമത് ഇതിന്റെ അകത്ത് ഇത്രയും ഗ്യാസും തീയും കത്തുന്നത് കൊണ്ട് വേറെയും ചൂട്, വേറെ ഒല്ലിക്കും. ഓക്കെ, നമുക്ക് ആദ്യം ഉള്ളിടാം. ഉള്ളേ ഉള്ളേ നല്ല രസം. മുളകിട്ടില്ല, മുളകിടാം നമുക്ക്. മുളകിട്ടേ ഉള്ളിടാം ബാക്കി. ഓക്കെ, ബാക്കി ഉള്ളവരും കയറട്ടെ. എല്ലാം കൂടി ഒരുമിച്ചായിട്ട് ഇട്ടാലോ? അതല്ലേ ഇനിയിപ്പോ അങ്ങനെ നോക്കണ്ട, എല്ലാം കൂടി ഒരുമിച്ചായിട്ട് പോകാം. അല്ല എന്നാ നമുക്ക് മാക്സിമം ടൈം കുറയ്ക്കാനുള്ള. ഫുള്ള് ടെക്നോളജിയാണ്, ഫുള്ള് ടെക്നോളജി. ഓക്കെ, ഉപ്പല്ലേ കട്ടക്കട്ടെ, മിക്സ് ആയിക്കോളൂ, സീനില്ല, നോ ഇഷ്യൂ. ഓക്കെ ഓക്കെ ഓക്കെ, നല്ലോണം വേട്ടെ, സെറ്റ് ആവട്ടെ. എല്ലാം സെറ്റായിട്ട് ഓക്കെ ആയാല് പിന്നെന്തായാലും നമ്മള് വെള്ളം പാർന്നിട്ട് ചോറ് വേകാനുള്ള ടൈമില്ലേ, ആ ടൈം കൊണ്ട് എന്തായാലും ഇത് ഒന്നുകൂടെ വെന്ത് സെറ്റായി കിട്ടും. അതുകൊണ്ട് ഇഷ്യൂല്ല. ആ ഉപ്പ് നല്ലോണം മിക്സ് ആവും. ഓക്കെ ഓക്കെ, എന്തായാലും കുറച്ചുകൂടി ഇതിൽ ഒരു ലോ ഫ്ലെയിം, ഹൈ ഫ്ലെയിം ആണല്ലോ, ഒരു ഓക്കെ, ഒരു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ സെറ്റ് ആകട്ടെ. ഓക്കെ, എന്തായാലും ഏതാണ്ട് സെറ്റാകട്ടെ. അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മള് ഏതാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട്. അതൊന്ന് വാടി സെറ്റ് ആകുമ്പോഴേക്ക് പോവാം. അതിൻ്റെ ഇടയിൽ വേറെ ഒരു ഇതുണ്ടായി, സീനൊന്നുമല്ല. അതായത് ഞാനിങ്ങനെ ഏതാണ്ട് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് വീഡിയോ എടുക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒരാളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞ് എന്താ ചെയ്യുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കുകയാണ്, എന്താ പ്രശ്നം ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ് വീഡിയോ എടുക്കുന്ന പ്രശ്നമൊന്നുമില്ല, നമ്മളെ നേരിൽ വരാൻ പാടില്ല, നമ്മളങ്ങനെ ഇതാക്കാത്തവരാണ്, നമ്മളങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. തോന്നുന്നു ബംഗാളിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളെ കമ്പനിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഐ മീൻ ഈ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിൽ പല രാജ്യക്കാരുണ്ട്. നേപ്പാളീസ് ഉണ്ട്, ബംഗാളീസ് ഉണ്ട്, അതുപോലെ ഇന്ത്യയിൽ നിന്ന് ബീഹാരികളുണ്ട്, ഈ ഒറീസക്കാരുണ്ട്, പല ആൾക്കാരുണ്ട്. ഐ മീൻ തെലങ്കാന, നമ്മളെ സൗത്ത് ഇന്ത്യൻ സൈഡിലുള്ള തെലങ്കാന പീപ്പിൾസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം ബംഗാളി എന്ന് തോന്നുന്നു. അപ്പോൾ ആളിനോട് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രശ്നമില്ല, ഞാൻ ആംഗിൾ മാറ്റിക്കൊള്ളാറ്. അതിൻ്റെ ഒപ്പം വേറെ കാര്യമൊക്കെ എനിക്ക് നിങ്ങളെ വീഡിയോയിൽ വരുത്തേണ്ട ആവശ്യമില്ല അതിന്. അങ്ങനെ എനിവേ, പിന്നെ വേറൊരു കാര്യം അതൊക്കെ വിട്. പിന്നെ പറയാനുള്ള വെച്ചാല്, പിന്നെ ഞാനില്ലേ ഈ വീഡിയോ ചെയ്യുന്നത് വേറെ ഒന്നും ഉണ്ടല്ലോ. ഐ മീൻ നമുക്കിപ്പോൾ ആകെ 100, 150, 154 സബ്സ്ക്രൈബേഴ്സേ ഈ ലെവലുള്ളൂ. പക്ഷെ എന്താ പറയാ, ഇതൊന്നും ഒരുപാട് റവന്യൂ കിട്ടുക അല്ലെങ്കിൽ ഇത് വലിയ ഇതിലേക്ക് പോവുക, നമ്മൾ വലിയ ഫേമസ് ആവുക, അതിലൊക്കെ ഉപരി നമുക്ക് ചെറിയ ടൈം പാസ് എന്ന് പറയാൻ പറ്റില്ല, ടൈമില്ല, പാസ് ചെയ്യാൻ ടൈമില്ല. ഓക്കെ, പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളേതായ ചെറിയൊരു സന്തോഷം. പിന്നെന്താ, നമ്മൾ ചെയ്ത വീഡിയോ തന്നെ നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്യുക, അത് വേറെ സന്തോഷം. പിന്നെ ഇതിനൊന്നും ചെറിയ എന്തല്ലേ, ഐ മീൻ ഒരുപാട് ടൈം എടുക്കും. എഡിറ്റിങ്ങിന് നല്ല ടൈം എടുക്കും. കാരണം കട്ട് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ നല്ല ടൈം എടുക്കും. നമ്മൾ പ്രൊഫഷണൽ എഡിറ്റിങ്സ് ഒന്നും അല്ലെങ്കിലും കൂടി ഇത് അറേഞ്ച് ചെയ്ത് ഒന്ന് സെറ്റാക്കി ഇതിനനുസരിച്ചുള്ളത് സെറ്റാക്കുമ്പോൾ തന്നെ നല്ലൊരു ടൈം അതിന് പിടിക്കും. നീ വീഡിയോ എടുക്കാൻ
ഇത് കുക്ക് ചെയ്ത് ഉണ്ടാക്കി കഴിക്കാൻ ഇത്ര എടുങ്ങാറില്ല. ഇത് എന്താ പറയാ, ഈ വീഡിയോ ഓരോന്ന് ആംഗിൾ വെച്ച് ഓരോന്ന് എടുത്ത് അത് ചെയ്ത് ചിലപ്പം വേറെ എന്തെങ്കിലും ഒരു എടുക്കുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും വേറെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി എല്ലാം കൂടി വേണം ഇതൊരു വീഡിയോ ആക്കി എടുക്കാൻ. പിന്നെ പ്രത്യേകിച്ച് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ എടുക്കുന്ന ആൾ തന്നെ, ഐ മീൻ ഒരാൾ തന്നെ എല്ലാ പരിപാടിയും ചെയ്യുന്ന സമയത്ത് നല്ല പ്രശ്നം വെച്ചാൽ ഒരു നമുക്ക് ആ പക്ക പെർഫെക്ഷൻ കിട്ടൂല. അത് കിട്ടും, നമ്മൾ എടുത്ത് ഇതിന്റെ ഒരു ഐഡിയ നമുക്ക് സെറ്റായി വരണം. ഒക്കെ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ. പക്ഷെ ആ ഒരു പെർഫെക്ഷൻ ആവുന്നത് വരെ വീഡിയോ ഇടാണ്ട് നിന്ന് കഴിഞ്ഞാൽ എന്താ പറയാ, നമ്മൾ വീഡിയോ ഇടാനുണ്ടാവൂല. അപ്പം മാക്സിമം ഇതിലുള്ള ഇപ്പൊ എനിക്ക് വേണ്ട ഏറ്റവും കാര്യം എന്ന് വെച്ചാൽ ഈ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് അറിയുന്ന ടിപ്സ് പറഞ്ഞുതരിക, ഇന്ന ആംഗിളിന് ചെയ്യുക. പിന്നെ വെച്ചാൽ ഇപ്പം ഐഫോണിനെ കുറിച്ച് നല്ല രീതിയിൽ അറിയുന്ന ആൾക്കാരുണ്ടാവും, ഇന്ന FPS എടുത്താൽ നല്ല അടിപൊളിയായിരിക്കും. അതുപോലെ എന്താ പറയുക, ഇത്ര എക്സിൽ അത് മീൻ 2x 3x ലെൻസിലിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് അടിപൊളിയായിരിക്കും, സൂമിലിട്ട് എടുത്താൽ. അപ്പോൾ ആ ഫ്രെയിം വെക്കുന്നതിനെ കുറിച്ച് പിന്നെ ലൈറ്റിങ്ങിനെ കുറിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ വലിയൊരു കാര്യം. നമ്മളിങ്ങനെ ഇമ്പ്രൂവ് ആവും. ഓക്കെ, അപ്പം ഈ നിങ്ങൾ കാണുന്നവർ അങ്ങനെ അറിയുന്നവർ ജസ്റ്റ് അങ്ങനത്തെ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം അത്രയും എഫേർട്ട് എടുത്ത് നമുക്ക് ആ ലൈക്കും നിങ്ങളെ സബ്സ്ക്രൈബർ അക്കൗണ്ട് കൂടുന്നത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ ഇതിൽ നിന്ന് എന്താ പറയുക വേറൊന്നും കിട്ടാനില്ല. പിന്നെ കുറെ ഇത് മോണിറ്റൈസ് ആവാനൊക്കെ ഒരുപാട് ടൈം ഉണ്ട്. ഇതൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതാക്കുള്ളൂ. അതിന് ഒരു ഇടുമ്പളേക്ക് ഒറ്റയടിക്ക് എന്താവൂല, നമ്മൾ മോണിറ്റൈസ് ആയി പൈസ വരിക അങ്ങനത്തെ കേസിലേക്കൊന്നും എത്താൻ പോകുന്നില്ല. പിന്നെ ഏറ്റവും വേണ്ട ഇതിന് എന്താ വെച്ചാൽ ഉളുപ്പില്ലാണ്ടാവണം. ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ കുറെ ആൾക്കാർ എന്നെ നോക്കിക്കുന്നുണ്ട്, കുറെ ആൾക്കാർ ഓല ഇടയിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവും. ഇതിനൊക്കെ തരണം ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ നമുക്ക് ഇതിൽ നിന്ന് സന്തോഷം കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്ക്, ഓരോ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം കൂടുക, ഇതിന്റെ വ്യൂസ് കൂടുക. ഒരു തുടക്കക്കാരൻ എന്ന രീതിയിൽ മീൻസ് എന്നെ പോലെ തന്നെ തുടങ്ങുന്ന ആൾക്കാർക്കൊക്കെ ഞാൻ തന്നെ അയക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഐ മീൻ ഒരു ദിവസം തന്നെ ഒരു 10-40 വട്ടം നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ കയറി അതിന്റെ ഇതെങ്ങനെയാണ് പോകുന്നത്, എങ്ങനെ എത്ര ആൾക്കാർ കണ്ട്, എത്ര ലൈക്ക് കിട്ടിയ പഴയ വീഡിയോ ആയിട്ട് ഇത് എങ്ങനെയുണ്ട്, ഇതിങ്ങനെ നോക്കാൻ തന്നെ നമുക്ക് നേരം ഉണ്ടാവും. അപ്പം ഈ തുടക്കക്കാരൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങളെ സപ്പോർട്ട് നല്ല രീതിയിൽ വേണം. ഓക്കെ, ഒന്നുമില്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ ചെയ്യുക. മെയിനായിട്ട് ഈ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ ആരും ശ്രദ്ധിക്കേണ്ട. കാരണം പല ആൾക്കാരുള്ളതാണ്. ഇതൊരു പ്രൈവറ്റ് ഏരിയ അല്ലല്ലോ, ഒരു കോമൺ ഏരിയ. അതൊരു പാൻട്രിയിലാണ് ഞാൻ ഇരിക്കുന്നത്. കോമൺ ആയിട്ടുള്ള ഒരു പാൻട്രിയാണ്. അപ്പം മാക്സിമം നിങ്ങളെല്ലാവരും നിങ്ങളെ സപ്പോർട്ടുകൾ ചെയ്യുക. മാക്സിമം ഞാൻ അപ്ഡേറ്റ് ആവാനുള്ള ഇനി ടെക്നിക്കലി ഉള്ള അപ്ഡേറ്റ്സുകൾ, അല്ലാതെ കണ്ടന്റ് പരമായിട്ടുള്ള അപ്ഡേറ്റുകൾ, വീഡിയോ ക്വാളിറ്റി കാര്യം, ഇതൊക്കെ ആവാനുള്ള കാര്യങ്ങൾ ചെയ്യാം. എനിവേ ഏതാണ്ട് അത് ക്ലിക്കായിട്ടുണ്ടാവും. ഉപയോഗം. ഓക്കെ, ഏതാണ്ട് ഓക്കെ, തക്കാളിയൊക്കെ സെറ്റായി, ഉള്ളി വാടി വരുന്നുണ്ട്. ഏതാണ്ട് നമുക്ക് ഇത്രയൊക്കെ മതി. ബാക്കി ആ വെള്ളത്തിൽ കിടന്ന് അത് അങ്ങനെ അങ്ങ് വന്നോളും. കുറച്ചുകൂടെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ബാക്കി വരാനാകാം. ഒന്നുകൊണ്ട് വേനുണ്ട്, എന്നാലും വെള്ളത്തിൽ കിടന്ന് ചോറ് വേകുന്ന ആ ഒരു ടൈമിൽ ഇതങ്ങ് വന്നോളും. വിചാരിക്കുന്നത് മസാല ചോറിന് ഐ മീൻ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇടാന്നാണ്. ഓക്കെ, മസാല വെള്ളം ഒഴിച്ചതിന് ശേഷം അരിയും വെള്ളം ഒഴിച്ച് അരി ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് മസാലകൾ, ഒന്നുമില്ല, ചിക്കൻ മസാല, പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, പിന്നെ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് ചോറ് വേകാനും കാത്തുനിന്ന് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇടയിൽ ഇതൊക്കെ ഒന്നും നല്ലോണം വെന്തിട്ടില്ല, വേണ്ടതാണ്, വേണ്ട വെള്ളം പോവാൻ. വെള്ളത്തിൽ കിടന്നാൽ പെട്ടെന്ന് പോകും. ഓക്കെ, ഏതാണ്ട് ഹാഫ് കുക്ക് ആയിണ്ട്. വെള്ളത്തിൽ കിടന്നാൽ പെട്ടെന്ന് വെന്തിട്ടെങ്കിൽ. ഓക്കെ, ഞാൻ എന്തായാലും അരി കഴുകിയിട്ട് അരി വിട്ട് ഞാൻ നമുക്ക് മൂടി വെക്കാം. നമുക്ക് ബാക്കി ഇതിലേക്ക് പോവാം. ഓക്കെ, ഏതാണ്ട് സാധനം ഇത് സെറ്റായിട്ടുണ്ട്. വെജിറ്റബിൾസ് ഒക്കെ ഏതാണ്ട് കുക്കായിട്ടുണ്ട്. അരി കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി അരി ഇടണം. അതുപോലെ മസാല ഇട്ടെങ്ങാൻ ഇതാക്കിയിട്ട് സെറ്റാക്കിയിട്ട് കാണാം.
ഓക്കെ, അരിട്ടു, അരിട്ടു, മസാലകൾ ഇട്ടു. മസാല തന്നെ ഒരുപാടൊന്നുമില്ല, ചിക്കൻ മസാല വെച്ചിട്ടുള്ള പരിപാടിയില്ല. എന്തുണ്ടാക്കുകയാണെങ്കിലും ചിക്കൻ മസാല ഇടണം, കാരണം ആ ഒരു ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ചിക്കൻ മസാല, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ചും കഴിഞ്ഞിട്ട് ഒന്ന് സെറ്റായിട്ട് ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പ് ഇടും. ഓക്കെ, ഏതാണ്ട് ചോറ് കുറച്ചൊക്കെ വെന്ത് സെറ്റായി ഒരു 90% ചോറ് വെന്തിങ്ങനെ പതയ്ക്കുന്ന സമയത്ത് 3 കോഴിമുട്ട ഉണ്ട്. ഓക്കെ, ആ 3 കോഴിമുട്ടയും കൂടെ ഓറ് റൂമായോ 3 കോഴിമുട്ടയും കൂടെ കൊത്തിയിലക്കാട് പാർന്ന ഞാൻ ഉദ്ദേശിച്ച സാധനം ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് ആയിട്ട് കാണാം. കലാസ് കലാസ്. Yeah guys, yeah guys, this is the final look guys. Okay, okay, സാധനം ഒക്കെയാണ്, നൈസാണ്. ലെൻസ് മേലെ ഫോഗുണ്ടോ? ഓക്കെ, സ്വാഭാവികമായിട്ട് പിടിക്കുന്ന ചെറിയൊരു അടി പിടിക്കൽ പിടിച്ചിട്ടുണ്ട്. അത് പിടിക്കും ഉറപ്പാണ്, കാരണം വെള്ളം പറ്റുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും അടിയിൽ പിടിക്കും ഉറപ്പാണ്. അതുകൊണ്ട് മെല്ലെ അടി ഇളക്കാതെ വേണം സെർവ് ചെയ്യാൻ. നല്ല മണക്ക് വരുന്നുണ്ട്, നല്ല അടിപൊളി മണം. ഓക്കെ, സെർവ് ചെയ്ത് സെറ്റായിട്ട് ചൂട് ആവി പോകുന്ന നിങ്ങൾ കാണണ്ടോ? എന്താ സുഖം. ഇതൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കേട്ടോ ഇതിങ്ങനെ ചെയ്യുമ്പോൾ. ഇപ്പം ഞാൻ ഇതാണ് കുറച്ച് സോസും ടൊമാറ്റോ സോസ്, റൈസ് കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഒക്കെയാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്തോട്ടെ. ഞാനൊരു കാര്യം പറയാം, ഈ വീഡിയോ ഈ സമയം വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്കവാറും ഇത് കൊളാന്ന് കാണാൻ വേണ്ടിയിട്ടായിരിക്കും കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ആദ്യമായിട്ട് ഒരു സാധനം ഉണ്ടാക്കാം, ഈ സാധനം ആലോചിക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എന്താ പറയാ, കുക്കറൊന്നും ഇല്ലാണ്ട് എങ്ങനെയാവുന്നൊരു പിടുത്തമില്ല. പക്ഷെ എന്തല്ലോ സാധനം എന്താ പറയാ 100% വലിയ ഉഷാറെന്ന്. പക്ഷെ ഞാൻ വിചാരിച്ചേക്കും അടിപൊളിയായി, ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയാം. പക്ഷെ നിങ്ങൾക്കൊന്നും ഇത് തിന്നാനുള്ള ഭാഗ്യമില്ലാണ്ടായി. 100 ദിർഹംസ് കൊടുത്താൽ അത് കിട്ടൂല. കാരണം എന്താ പറയാ, ഇത് ഞാൻ ഉണ്ടാക്കിയതാ. ഒരു പിടി നിന്നപ്പോ തന്നെ മനസ്സിലായിരുന്നു. ഞാൻ വിചാരിച്ചെന്താ അറിയോ, മുളക് ഇങ്ങനെ എരിവ് കൂടിപ്പോവും, മുളക് പൊടി കൂടിപ്പോവും വിചാരിച്ചു. വേറെ ഒരു കാര്യം പറയാമെന്നറിയോ, ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്. അതായത് നിങ്ങളുടെ 20കളിൽ, അതായത് 20s, നിങ്ങളുടെ 20-21 വയസ്സ് ആ ഒരു സമയത്ത് നിങ്ങളുടെ വീട്ടുകാര്, നാട്ടുകാര്, നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, അത് കൂടുതൽ ആൾക്കാരും എത്തിപ്പെടും. അതായത് നിങ്ങളുടെ 20കളിൽ നിങ്ങൾ എത്തിപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഐ മീൻ, അതായത് ഒരു 20 വയസ്സ് വരെയൊക്കെ പുറക്കാരെ ഡിപ്പെൻഡ് ചെയ്ത് വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്ത് അതുപോലെ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ ഭക്ഷണത്തിന് മുന്നേ ഇങ്ങനെ പറഞ്ഞു തരിക. അപ്പോൾ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്തെങ്ങാനും അങ്ങനെ ജീവിച്ച ഒരാൾ 20-ന് ശേഷം എന്താ പറയുക, വീട്ടുകാരുള്ള ആൾക്കാരുള്ള ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ഐ മീൻ, ഇപ്പോൾ നോക്കും, ഉമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം മാത്രം കഴിച്ച് ജീവിച്ച ഞാൻ, ഐ മീൻ ഹോട്ടലിൽ നിന്ന് ഉമ്മ ഉണ്ടാക്കി തരുന്നത് മാത്രം കഴിച്ച് ജീവിച്ച ഞാൻ തന്നെ പലതും ഉണ്ടാക്കി നോക്കുന്നു, പലതിനെ കുറിച്ച് പഠിക്കുന്നു. പിന്നെ അതുപോലെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ, ചുരുക്കി പറയുകയാണെങ്കിൽ 1-2 കാര്യങ്ങൾ പറയാനുള്ളൂ. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പുതിയതായി പഠിക്കും,
ഒരുപാട് ജീവിതങ്ങൾ പഠിക്കും. ഐ മീൻ ഒരുപാട് തരത്തിലുള്ള ജീവിതങ്ങൾ ജീവിക്കാൻ നിങ്ങൾ പഠിക്കും. അതുപോലെ വേറെ എന്താ പറയുക, കുറേ കാര്യത്തിനോട് നമുക്ക് തീരെ യോജിക്കാൻ പറ്റാത്ത കുറേ കാര്യത്തിനോട് നമ്മൾ യോജിച്ചു തുടങ്ങും. ഇതുവരെ നമുക്ക് പരിചയമില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തുടങ്ങും. എന്താ പറയുക, ചായ പോലും ഇട്ട് കുടിക്കാത്ത പലരും ഇതുപോലെ ഭക്ഷണം വെച്ച് കഴിക്കൽ തുടങ്ങും. സ്വന്തം വസ്ത്രങ്ങൾ അലക്കാത്തവർ, അല്ലെങ്കിൽ അലക്കാൻ എത്ര സോപ്പും പൊടി ഇടണം എന്ന് പോലും അറിയാത്തവര് ഇളക്കി തേച്ച് മടക്കി വെക്കൽ തുടങ്ങും. കാരണം നമ്മൾ അവിടുന്ന് നമുക്കൊരു സാധനം മനസ്സിലാവും, നമുക്കിത് ചെയ്തുതരാൻ വേറെ ആരുമില്ല, നമ്മൾ ചെയ്താൽ നമുക്കുണ്ട് എന്നുള്ളടത്ത് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് നിങ്ങളുടെ 20കളിൽ നിങ്ങളൊരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറയുന്ന ഒരു ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് ഏറെക്കുറെയൊക്കെ എല്ലാവരുടെ ലൈഫിലും എന്താ പറയാ ശരിയാണ്. എനിവേ, ഞാൻ ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി എനിക്ക് വേണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ഐ മീൻ എനിക്കിത് ഉണ്ടാക്കി കഴിക്കാന്ന് മാത്രമേ നിങ്ങളിലേക്ക് പങ്കുവെക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക, ഒക്കെ ഒരു സന്തോഷമാണ്. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇങ്ങനത്തെ വീഡിയോകൾ ഇടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു മോട്ടിവേറ്റ് കിട്ടുന്നത് വേറെ ഒന്നല്ല, നിങ്ങളെ ലൈക്ക്, സബ്സ്ക്രൈബ്, നിങ്ങളെ ഷെയർ, നിങ്ങൾ വേറെ ഒരാളോട് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞിട്ട് ഉണ്ടാകുന്ന വീഡിയോസ്, ഇതൊക്കെ തന്നെ നമുക്ക് എന്തുണ്ടാവുള്ളൂ, നമുക്കൊരു സന്തോഷമാണ്. അടുത്ത വീഡിയോ ഇടാനുള്ള മോട്ടീവാണ്. അപ്പം ബൈ. അപ്പം ഇന്നത്തേക്കുള്ളായി ബൈ.